അവസാനത്തെ അടയാളം വരികയാണ്. ഏതാണ് അടയാളം എന്നറിയുമോ? മുഖം പ്രകാശിച്ച മുസ്ലിമീങ്ങൾ മുഴുവനും ഈമാനിന്റെ പ്രഭയോടെ നിൽക്കുമ്പോ അതാ കഅബാലയം പൊളിക്കലായി. ലോകത്തുള്ള മുസ്ലിമീങ്ങളെ നെഞ്ചു തിരിച്ച് നിസ്കരിച്ച കഅബാലയം പൊളിക്കപ്പെട്ടു എന്ന വാർത്ത വരുമ്പോ എന്റെ സഹോദരങ്ങളെ 60,000-ഓളം വരുന്ന പടയാളികൾ കഅബാലയം പൊളിക്കാൻ വേണ്ടി ഹറമിന്റെ ഉള്ളിലോട്ട് കടന്നു കയറും. അവരിൽ ഒരാൾ കഅബാലയത്തിന്റെ മുകളിൽ കയറും. ബാക്കി 60,000 പേര് മക്ക മുതൽ ജിദ്ദ വരെ നിരന്നു നിൽക്കും. അത്രേ ജിദ്ദ കടലിടുക്ക് മുതൽ മക്കയുടെ കഅബാലയത്തിന്റെ മുറ്റത്ത് വരെ 60,000 പേര് നിരന്നു നിൽക്കും. ഒരാളതാ കഅബാലയത്തിന്റെ മുകളിലോട്ട് കയറി അള്ളാഹുവിന്റെ വിശുദ്ധമായ കഅബാലയത്തിന്റെ ആദ്യത്തെ ഇഷ്ടിക ഇളക്കിയിട്ട് അടുത്ത് നിൽക്കുന്ന ആളിന്റെ കയ്യിലോട്ട് കൊടുക്കും. അയാൾ അടുത്തവന്റെ കയ്യിൽ കൊടുക്കും. അങ്ങനെ കഅബാലയത്തിന്റെ ഓരോ ഇഷ്ടികകൾ ഇളക്കി ഇളക്കി കൈമാറി ജിദ്ദ കടലിടുക്കിലേക്ക് വലിച്ചെറിയുമെന്ന് ലോകത്തിന്റെ തിരുദൂതരെ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂൽ അവസാനിപ്പിച്ചില്ല. 14 നൂറ്റാണ്ട് മുമ്പ് മുത്തായ നബി കഅബാലയം പൊളിക്കുന്ന കഥ പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞ് കഅബാലയത്തിന്റെ മുകളിൽ കയറിയിട്ട് ഇബ്രാഹിം നബി തന്റെ മകന്റെ കൈകൾ കൊണ്ടുവച്ച കഅബാലയത്തിന്റെ ഇഷ്ടിക ആദ്യമായിട്ട് ഇളക്കുന്നവൻ അവൻ പൊക്കം കുറഞ്ഞ ഒരു കുള്ളനായിരിക്കും. അവന്റെ കാലിന്റെ കുതി മുമ്പോട്ടായിരിക്കും. അവന്റെ കാലിന്റെ വിരലുകൾ പുറകോട്ടായിരിക്കും. അള്ളാന്റെ റസൂൽ പറഞ്ഞു കാലിന്റെ കുതി മുമ്പോട്ട് നിൽക്കുന്ന വിരലുകൾ പുറകോട്ട് കാൽപ്പാടം തിരിഞ്ഞു നിൽക്കുന്ന കറുകറുത്ത കുള്ളനായ പൊക്കം കുറഞ്ഞ മനുഷ്യനാണ് കഅബാലയം പൊളിക്കുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇബ്രാഹിം നബിയുടെ കൈകൾ കൊണ്ട് പടുതുയർത്തപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഅബാലയം പൊളിച്ചാൽ പിന്നെ ലോകത്തിന് നിലനിൽപ്പില്ല. ഇവിടെ ഞാൻ വിശുദ്ധ ഖുർആന്റെ ഒരൊറ്റായത്ത് നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കട്ടെയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബാലയത്തെ ഖുർആനിൽ പരിചയപ്പെടുത്തിയത് എങ്ങനെയാ? ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തൽ ഹറാമി ഖിയാമൻ ലിന്നാസ്. കഅബാലയത്തെ ഈ ലോകത്തിന് നിലനിൽപ്പാക്കിയിരിക്കുകയാ. കഅബയില്ലെങ്കിൽ പിന്നെ ലോകമെന്തിന്? സഹോദരങ്ങളെ, ഈ വലിയ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടിയ ആ സമുദ്രമാണെങ്കിൽ അല്ലാഹു പറഞ്ഞു കഅബാലയം പൊളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ലോകത്താർക്ക് നിസ്കാരമില്ല, നോമ്പില്ല, സൽക്കർമ്മമില്ല. കഅബയില്ലാതെ നിസ്കാരം എവിടെ? കഅബയില്ലാതെ നിസ്കാരം എവിടെ? ഒരു മനുഷ്യർക്കും പിന്നീട് നിസ്കാരമില്ല. കഅബയില്ലെങ്കിൽ പിന്നെ എവിടേക്ക് തിരിയാ? സഹോദരങ്ങളെ, ആ കറുത്ത തുണിയിട്ട് മൂടിയ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, മക്ക എന്ന് പറഞ്ഞാൽ ഒരു കറുപ്പിന്റെ സമ്മേളനമാണ്. കറുത്ത കില്ല, കറുത്ത കല്ല്, കറുത്ത പെണ്ണ്, ഈ 3 കറുപ്പിന്റെ സമ്മേളനമാണത്. ഒന്ന് കറുത്ത കില്ലത്തുണിയുടെ കഅബാലയം മൂടിയിട്ട കറുത്ത തുണി, അതിന്റെ തൊട്ടുഭാഗത്തൊരു കറുത്ത കല്ല് ഹജറുൽ അസ്വദ്, പിന്നീട് ഒരു സഫയും മറുവയും. ആ സഫയും മറുവയുമാണെങ്കിലോ കറുകറുത്ത ഹാജറയുടെ പ്രതീകം. കറുകറുത്ത ഹാജറ എന്ന പെണ്ണോടി നടന്ന സഫാ മറുവ, കറുകറുത്ത കല്ല് വെച്ച ഹജറുൽ അസ്വദ്, കറുകറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടിയ കഅബാലയം ഒരു കറുപ്പിന്റെ സമ്മേളനമാണത്. ഒരാൾക്ക് കറുപ്പ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നോക്കാൻ ഇഷ്ടമില്ല. വെളുപ്പ് കണ്ടാലാണ് വീണ്ടും വീണ്ടും നോക്കാൻ ഇഷ്ടം. കറുത്തത് കണ്ടാൽ പിന്നെ നോക്കാൻ തോന്നുമോ? പക്ഷേ സഹോദരങ്ങളെ, വിദാഇന്റെ തവാഫ് ചെയ്യുമ്പോ മക്കയിൽ നിന്ന് മദീനയിലോട്ട് പോകാൻ പോകുമ്പോ തിരിഞ്ഞു തിരിഞ്ഞു നോക്കിപ്പോയി കറുത്ത പെണ്ണെ, കറുത്ത പെണ്ണോടി നടന്നിയ സഫാ മറുവ, കറുത്ത കല്ല് കിടന്ന ഹജറുൽ അസ്വദ്, കറുത്ത തുണി കൊണ്ട് മൂടിയിട്ട കഅബ. ആ കഅബയിലേക്ക് കൊച്ചുകുട്ടിയെ പോലെ തിരിഞ്ഞു നോക്കി. ഉമ്മയുടെ മാറിടത്തിൽ നിന്ന് വിട്ടുപോകുന്ന കൊച്ചുകുഞ്ഞിനെ പോലെ മക്കയോട് സലാം പറയുമ്പോ മദീനയിലോട്ട് നടന്നു പോകുമ്പോ കറുത്ത കഅബേ, നീ ഇങ്ങനെ ആകർഷിക്കുന്നുവോ? ആ കറുത്ത തുണിയിട്ട് മൂടിയ കഅബാലയം നശിപ്പിക്കപ്പെട്ടാൽ ലോകത്തിന് നിലനിൽപ്പില്ല, ആളുകൾക്ക് നിസ്കാരമില്ല. ഇങ്ങനെ നിസ്കാരമില്ലാതെ 3-4 ദിവസം കഴിഞ്ഞു പോകും. അങ്ങനെ ഒരു വ്യാഴാഴ്ച ദിവസമെത്തി. വ്യാഴാഴ്ച ദിവസം രാത്രി എല്ലാവരും കിടന്നുറങ്ങുകയാണ്. ഒരു വ്യാഴാഴ്ച രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്നു. വെള്ളിയാഴ്ച രാവിലെ ലോക ജനസമൂഹം മുഴുവനും ഉറക്കത്തിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. എവിടെ നിന്നതോ ഒരു സൈറന്റെ മുഴക്കം പോലെ, എവിടെ നിന്നോ ഒരു ഇടിമുഴക്കം പോലെ. ഒരു വെള്ളിയാഴ്ച പ്രഭാതമായി ഉറങ്ങിക്കിടക്കുന്നവര് കേൾക്കുന്നത് അകലെ നിന്നെവിടെയോ
അതിലേക്ക് അടിച്ചടിച്ചു വരുന്ന ഒരു മണിനാദം എന്താണെന്ന് നോക്കാൻ വേണ്ടി ആളുകൾ തല ഉയർത്തുമ്പോ ആ ശബ്ദമേതെന്നറിയുമോ? ആ ശബ്ദമേതെന്നറിയോ? ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ ഊതുന്ന ശബ്ദം വെള്ളിയാഴ്ച രാവിലെ. സഹോദരങ്ങളെ, ഒരു കാര്യം ഉറപ്പാണ്, ലോകം അവസാനിക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ച കടന്നുറങ്ങി, വെള്ളിയാഴ്ച പിന്നെ എഴുന്നേൽക്കലില്ല. എവിടെ നിന്നോ ഒരു ശബ്ദം കേൾക്കുന്നു. ആളുകൾ അത്ഭുതത്തോടെ നോക്കുമ്പോ ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ ഊതുമ്പോ ഇതാ കേൾക്കുന്നത് എന്തെന്നറിയുമോ? ഇദശംസു കുവ്വിറത് വൈദൻ നുജൂമുൻ കദറത് വൈദൽ ജിബാലു സുയ്യിറത് വൈദൽ ഇശാറു തിലത് വൈദൽ വുഹൂശു ഹുശിറത് വൈദൽ നുഫൂസു സുഇദത് വൈദൽ മൗഊദതു സുഇലത്. ആകാശം പൊട്ടിപ്പിളരുന്നു, നക്ഷത്രങ്ങൾ ഉതിർന്ന് താഴോട്ട് വീഴുന്നു, ഭൂമി കിടുകിടാ വിറക്കുന്നു, ഈ പർവ്വതങ്ങൾ മുഴുവനും പഞ്ഞിക്കെട്ടുകൾ പോലെ പറന്ന് നടക്കുന്നു. സഹോദരങ്ങളെ, ലോകത്തോട്ട് നോക്കുമ്പോൾ മനുഷ്യൻ കാണുന്നതെന്താ? മേലാപ്പ് പോലെ നിന്ന് ആകാശമതാ പൊട്ടിപ്പിളരുകയാണ്. ആകാശം, നക്ഷത്രങ്ങൾ മുഴുവനും മൂവാണ്ടൻ മാങ്ങ താഴോട്ട് വീടുന്നത് പോലെ ഉതിർന്നു വീടുന്നു. പിന്നീട് സൂര്യനില്ല, ചന്ദ്രനില്ല, നബൂലയില്ല, താരാപഥമില്ല, ഉൽക്കകളില്ല, ഗാലക്സിയില്ല. ലോകം മുഴുവനും ഇരുട്ടിൽ കിടക്കുമ്പോ, ലോകം മുഴുവനും ഇരുട്ട് മൂടുമ്പോ ആ സമയത്ത് ഭൂമിയുടെ അവസ്ഥ എന്താ? ഇതാ സുൽസിലത്തിൽ അറുളു സിൽസാലഹാ വാഖറജത്തിൽ അറുളു അത്കാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. ഭൂമി കിട്ടുകിട്ടാവറക്കാൻ തുടങ്ങി, ഭൂമി കിട്ടുകിട്ടാവറക്കാൻ തുടങ്ങി. ഭൂമി ഒരു സംഹാര താണ്ഡവമാടുകയാണ്. ഭൂമി പല കഷണങ്ങളായി പൊട്ടിപ്പിളരലായി. വാഖറജത്തിൽ അറുളു അത്കാലഹാ. ഭൂമി അതിന്റെ ഉള്ളിൽ കിടന്ന സർവ്വതിനെയും വെളിയിലോട്ട് തള്ളുകയാ. മുഫസ്സിരീങ്ങൾ പറയുന്ന അതേവരെ ഭൂമിയിൽ കുടിച്ചിട്ട സർവ്വ മയ്യത്തുകളും വെളിയിലോട്ട് വരും. മനുഷ്യന്റെ കാലിന്റെ ചുവട്ടിലൂടെ മൃതശരീരങ്ങൾ ഉയർന്നടക്കുന്നു. ആകാശം പൊട്ടിപ്പിളരുന്നു, നക്ഷത്രങ്ങൾ താഴോട്ട് വീഴുന്നു, നബൂലകൾ കെട്ടുപോകുന്നു, ഭൂമി കിടുകിടാ വിറക്കുന്നു, വടവൃക്ഷങ്ങൾ മുഴുവനും പിടിതെറിയപ്പെടുന്നു, പാറക്കെട്ടുകൾ പടംതുണിക്കെട്ട് പോലെ പറന്ന് നടക്കുന്നു, നാൽക്കാലികൾ ചത്തൊടുങ്ങുന്നു, വടവൃക്ഷങ്ങൾ പതറി വീടുന്നു, കുയിലുകളും സർവ്വതും ചത്തൊടുങ്ങുന്നു. ജീവജാലങ്ങൾ തങ്ങളുടെ മുമ്പിലൂടെ ചത്തൊടുങ്ങി നടക്കുമ്പോ പരിഭ്രാന്തിയോടെ മനുഷ്യൻ വിളിച്ചു ചോദിക്കും, വഖാലൽ ഇൻസാനു മാ ലഹാ. ഈ ഭൂമിക്കെന്ത് പറ്റിപ്പോയി, ഈ ഭൂമിക്കെന്ത് പറ്റിപ്പോയി? പർവ്വതങ്ങളെ പൊട്ടിത്തകരുന്നവല്ലോ. വയസ്അലൂനക അനിൽ ജിബാൽ ഫകുൽ യൻസിഫുഹാ റബ്ബി നസഫാ ഫയദറുഹാ കഅന സഫ്സഫാ ലാ തറാ ബിഹാ ഇവജന വലാ അംദാ. പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമായി മാറുമ്പോ പൊട്ടിപ്പിളർന്ന് തകർന്നു വീഴും അമ്പരം എന്നുള്ളതും ഖുർആനിലുണ്ട് വിളംബരം. സർവ മനുഷ്യരും ചത്തൊടുങ്ങി മരിച്ചൊടുങ്ങി. ഈ ഭൂലോകത്ത് പിന്നെ സൂര്യനില്ല, താരാപഥമില്ല, നക്ഷത്രമില്ല, ഉൽക്കയില്ല, ഗാലക്സിയില്ല, മാമരങ്ങളില്ല, മാമലകളില്ല, മാമയിലുകളില്ല. സർവ്വതും തകർന്ന് തരിപ്പണമാകും. കുല്ലുമൻ അലൈഹാ വയബ്കാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. സർവ്വതും തകർന്ന് തരിപ്പണമാകും. വയബ്കാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. മാന്യനും പ്രതാപവാനുമായ അല്ലാഹു മാത്രം ബാക്കിയാകും. സർവ്വതും തകർന്നു, പിന്നെ ഭൂമിയില്ല, നക്ഷത്രമില്ല, ഒന്നുമില്ല. അങ്ങനെ ലോകം മുഴുവനും ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ ഊതും. എന്താണ് ആ കാഹളം? എന്താണ് ആ ഊതൽ? ലോകാവസാനത്തിന് മുമ്പ് പ്രവാചകൻ പറഞ്ഞ കുറെ അടയാളങ്ങൾ, അതിന്റെ ശാസ്ത്രീയ നിഗമനങ്ങൾ എന്തൊക്കെയാണ്? ഇദശംസു കുവ്വിറത്, ലോകാവസാനത്തിൽ സൂര്യനെ ചുരുട്ടപ്പെടുമെന്ന് പറഞ്ഞു. ചുരുട്ടുവോ? ഈ ലോകാവസാനത്തിൽ ആരൊക്കെ മരിക്കും? മനുഷ്യര് മരിക്കും, മലക്കുകൾ മരിക്കൂ, ജിബ്രീൽ മരിക്കൂ, അസ്രായീൽ മരിക്കും. ലോകാവസാനം നടക്കുമ്പോ എല്ലാവരും റൂഹ് പിടിക്കേണ്ട ജോലി ആർക്കാ? അപ്പൊ അസ്രായീൽ മരിക്കും.
ഒത്തിരി ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങളുണ്ട് ഇവിടെ.